ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റൈൽ തലക്കറിയാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെത് കാണിക്കും. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമേ കടുകിട്ടു, പിന്നെ ഉലുവ കടുകും പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഈ തൊണ്ടൻ മുളക് അല്ലെങ്കിൽ സാമ്പാർ മുളക് എന്ന് പറയും, ട്രിവാൻഡ്രം സൈഡിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലായിടത്തും കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ നല്ല മണമുള്ള, നിങ്ങളുടെ അവിടെ കിട്ടുമെന്ന് പറയൂ കേട്ടോ കമൻസിൽ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇടും. അത് കൂടുതലിട്ട് വഴറ്റരുത്, ബിക്കോസ് ഇഞ്ചിയുടെ ആ കയ്പ്പ് വരും. അതിനുശേഷം ഈ ചെറിയ ഉള്ളി നമ്മൾ കുറച്ച് അത്യാവശ്യത്തിന് എടുക്കുക, എത്രത്തോളം എടുക്കുക അത്രത്തോളം രുചിയാണ്. ഞാനൊരു 20 എടുത്തിട്ടുണ്ട്. അത് നടുകെ മുറിച്ചിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറിയ ഉള്ളി മാത്രമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് വലിയ ഉള്ളി ഞാൻ പിന്നെ പറയും റെസിപ്പിയിൽ. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്ന് ഒന്ന് സ്ലൈറ്റ്ലി ബ്രൗണിഷ് ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതിൻ്റെ ഒരു കറക്റ്റ് ഫോമായി. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതമായ ടൊമാറ്റോ, ഞാൻ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിൽ മല്ലിപ്പൊടി ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇട്ടിട്ടില്ല, ഈ റെസിപ്പി കാണിക്കുന്നതിൽ. നിങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പോൾ ഇട്ട് അരയ്ക്കാം, ഇല്ലെങ്കിൽ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഈ മിശ്രിതത്തിനോട് ചേർത്താലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു പച്ചച്ചുവ മാറും. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് വഴറ്റിയാലും പച്ചച്ചുവ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ എണ്ണയിൽ കിടന്ന് നല്ല വഴണ്ട് വരണം. പക്ഷേ ഞാനിവിടെ മല്ലിപ്പൊടി ആദ്യമേ മിശ്രിതത്തിൽ ചേർക്കാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ആ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടിയുടെയൊക്കെ അളവ്, മുളക് പൊടിക്ക് 3 ടേബിൾ സ്പൂൺ നമ്മൾ നോർമൽ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓളം ഇട്ടു. എന്നിട്ട് നന്നായിട്ട് എല്ലാം വന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്കും എണ്ണ തെളിഞ്ഞിട്ട് വേണം നമ്മൾ ഈ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്, ആവശ്യാനുസരണം നോക്കിയിട്ട്. പിന്നെ നമ്മുടെ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ഇട്ടു. എന്നിട്ട് ഇതാണ് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തല പീസസ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അത് പുളി ഒന്ന് തിളയ്ക്കണം. പുളിയിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീനിൻ്റെ തല ഇടാൻ വേണ്ടിയിട്ട്. കാരണം തലയ്ക്ക് അത്രയും കുറേ വേവ് വേണ്ട. ഒരു അത്യാവശ്യം ഒരു 20 to 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ തിളച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കും കേട്ടോ. വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ കറിവേപ്പില വൃത്തിയാക്കിയത് ഇടും. പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കും. ഇത്രേ ഉള്ളൂ. ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി ട്രൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേറെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എൻ്റെ അച്ഛനും ഇഷ്ടമായി. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം. ഐ വിൽ ബി ഡെഫിനറ്റ്ലി ലുക്കിംഗ്